റിയൽ സ്റ്റോറി 2 എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് വിശേഷത്തിലേക്ക് കടക്കുകയാണ്. വരാനിരിക്കുന്ന വിശേഷമാണ് പറയാൻ പോകുന്നത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് കടക്കാണ്. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാലൻസ് കഥയാണ്. അങ്ങനെ നമ്മുടെ വൈജ ഡിവോഴ്സുമായിട്ട് മുന്നോട്ടേക്ക് പോയി ഡിവോഴ്സ് പെറ്റീഷനൊക്കെ കൊടുത്തു. ബാലചന്ദ്രൻ്റെ കയ്യിൽ ഡിവോഴ്സ് നോട്ടീസ് കിട്ടി. ഇതെല്ലാം അലീനയും കണ്ടു. അലീന ഒരുപാട് ഉപദേശിച്ചു ബാലചന്ദ്രനെ. എവിടുന്ന് ബാലചന്ദ്രന്റെ മനസ്സ് മാറുന്നില്ല. ബാലചന്ദ്രൻ അമ്പിനും വില്ലിലും അടുക്കുന്നില്ല. ബാലചന്ദ്രന്റെ തീരുമാനം ഒന്നേ ഉള്ളൂ. അവൾ എന്ത് തീരുമാനിക്കുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്റെ തീരുമാനം എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. ഏതായാലും അങ്ങനെ ഇരിക്കെ നമ്മുടെ വൈജ ഒരു വീട് റെന്റിനെടുക്കുകയാണ് കേട്ടോ. വീട് റെന്റിനെടുത്തിട്ട് ഇനി നമ്മുടെ വൈജയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് താമസിക്കാനും പറ്റില്ല. കാരണം നമ്മുടെ വൈജയ്ക്ക് 3 മക്കളിൽ ഒരാളെങ്കിലും കൂടെ വേണ്ടേ. ഇല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരമ്മയ്ക്ക് ഒരു അമ്മയാണെങ്കിൽ മക്കളില്ലാതെ മക്കൾ വേറൊരു സ്ഥലത്ത് ജീവിക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു മനസമാധാനം കിട്ടത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു മോളെങ്കിലും എനിക്ക് വേണം. അപ്പൊ വക്കീലിനോട് ചോദിച്ചു, വക്കീലെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ബബിതയ്ക്കും രോഹിത്തിനും പ്രായപൂർത്തിയായതായതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കോടതി കേസ് കൊടുത്താലും വിട്ടുകൊടുക്കത്തുള്ളൂ. അപ്പൊ ഏതായാലും ബാലചന്ദ്രന്റെ കൂടെ അവർ പോകത്തുള്ളൂ. പിന്നെ ഉള്ളതേ നമ്മുടെ കൃഷ്ണമോളാണ്. അപ്പൊ കൃഷ്ണമോളെ ഉന്നം വെച്ചുകൊണ്ടാണ് ഇനി നമ്മുടെ വൈജ അങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ നീക്കാൻ പോകുന്നത്. അങ്ങനെ വൈജ രണ്ടും കൽപ്പിച്ച് നമ്മുടെ വക്കീല് പറഞ്ഞ വാക്കും കേട്ടിട്ട് കൃഷ്ണമോളെ വിളിക്കാനായിട്ട് നേരെ നെടുമ്പുറിക്കൽ തറവാട്ടിലേക്ക് പോവുകയാണെന്നേ. അവിടെ അലീന ഉണ്ട് കേട്ടോ. ഇപ്പോഴേ അലീനയാണെങ്കിൽ ബബിത സൂയിസൈഡ് ചെയ്തല്ലോ. സൂയിസൈഡ് ചെയ്തോന്ന് ചോദിച്ചാൽ അങ്ങനെ ശ്രമിച്ചല്ലോ. അപ്പൊ അതിന് ഒരുപാട് തളർന്ന് ഇരിക്കുന്ന നമ്മുടെ ബബിതയെ ഒന്ന് സമാധാനിപ്പിക്കാനും കൂടത്തിൽ ഒരാളെപ്പോഴും വേണമല്ലോ. ആ ഡിപ്രഷനൊന്നും അടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയാണ് ഈ പറയുന്ന നമ്മുടെ അലീന ഇപ്പൊ നെടുമ്പുരയ്ക്കൽ നിൽക്കുന്നത്. സ്റ്റാൻലിക്കാണ് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ സ്റ്റാൻലിനോട് ഒരു വിധത്തിൽ സമ്മതമൊക്കെ ചോദിച്ചാണ് ഇപ്പൊ നെടുമ്പുരയ്ക്കലുള്ളത്. അപ്പൊ നെടുമ്പുരയ്ക്കൽ അലീന എത്തിയെ തുടർന്നാണ് വൈജ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും ഇത് ഡിവോഴ്സിലേക്ക് വരെ എത്തി നിൽക്കാനുള്ള കാരണവുമൊക്കെ. അങ്ങനെ നമ്മുടെ വൈജ എത്തിയ ഉടനെ തന്നെ അലീന അവിടെ ഉണ്ടല്ലോ. അപ്പം വൈജ ഒരു ശപഥം ചെയ്തായിരുന്നല്ലോ, ഈ പടിക്കപ്പുറം ഞാൻ കയറില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ വൈജ എന്ത് ചെയ്യുന്നു, വൈജ കാറും കൊണ്ട് വന്നു, നേരെ മുറ്റത്തിറങ്ങി തിണ്ണയിൽ കയറിയിട്ട് ഉമ്മറത്ത് കയറിയിട്ട് ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അലീന പതുക്കെ ഇറങ്ങി വന്നതും വൈജേനെ കണ്ടതും അലീന ഇറങ്ങി വന്ന ആ അതേ കാല് പുറകോട്ടെടുത്ത് വെച്ചിട്ട് പുറകോട്ടങ്ങ് മാറിപ്പോയി. നമ്മുടെ അലീനയ്ക്ക് അറിയാം ശരിയാവില്ല, വൈജയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലെന്നറിയാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ അലീന പുറകോട്ടേക്ക് പോയപ്പോഴത്തേക്കും ബബിത വന്നിട്ട് ആ അമ്മയോ കയറി വാ അമ്മേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, ഇല്ല ഞാൻ കയറി വരില്ല. ഞാൻ എന്തിനാ കയറി വരുന്നത്? അതെ, വൈജയ്ക്ക് ഒരപ്പനേ ഉള്ളൂ. വൈജ ഉണ്ടായവളാ, അതും കൈതയ്ക്കൽ കുഞ്ഞിരാപ മേനോന്. അതുകൊണ്ട് ഈ പടിയുടെ അപ്പുറത്തേക്കേ ഈ വൈജ കടക്കത്തിൽ ഈ പടി ചവിട്ടത്തില്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ കൃഷ്ണമോള് വന്നിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, അതെ പടി ചവിട്ടത്തില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്, ആ പടി ചവിട്ടാതെ ഇങ്ങോട്ടേക്ക് പോകുന്നോ കുഴപ്പമില്ലെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്കും ഭവിതയ്ക്കും ഒരു ചെറിയ ചിരിയൊക്കെ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഈ പറയുന്ന വൈജ ഇങ്ങനെ നോക്കുക. അലീന ഒന്ന് ചെറുതായിട്ട് ചിരിച്ചപ്പോ തന്നെ ഓ അവളുടെ ഒരു തമാശ അത് കേട്ട് ചിരിക്കാനും ഇവിടെ കുറെ എണ്ണങ്ങള്. എടി ഇറങ്ങടി ഇങ്ങോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിന്? അല്ല നീ ഇപ്പൊ എന്റെ കൂടെ വരാൻ പോവാ. ആര്? ഞാനോ? അമ്മയുടെ കൂടെയോ? ഞാനൊന്നും വരത്തില്ല. ആ നിനക്ക് വന്നേ പറ്റൂ. അതെ ഞാൻ കോടതിയും കേസുമായിട്ട് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണേ നീ എന്റെ കൂടെ വരേണ്ടി വരും. നിനക്ക് എത്ര വയസ്സായി എന്നറിയാലോ? നിനക്ക് 14 വയസ്സായിട്ടേ ഉള്ളൂ. 18 വയസ്സ് വരെ പെൺകുട്ടികൾ അമ്മയുടെ കൂടെ നിൽക്കണമെന്നാണ് കോടതി തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ കോടതിയുടെ വിധി അങ്ങനെയാണ്. അപ്പൊ പിന്നെ അമ്മ ജീവിച്ചിരിക്കുമ്പം നീ ഇവിടെ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇവളും അതുപോലെ രോഹിത്തും 18 വയസ്സ് തികഞ്ഞതാ. അതുകൊണ്ട് അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. പക്ഷെ നിന്നെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും ബബിത ചോദിച്ചു, എന്താ അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെ വാശി കാണിക്കുന്നത്? അവൾക്ക് വരാൻ ഇഷ്ടമല്ലെങ്കിൽ അമ്മ എന്തിനാ അവളെ കൊണ്ടുപോകുന്നത്? നീ മിണ്ടാതിരുന്നോ, നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ. നിന്നോട് ഞാൻ വരാൻ പറഞ്ഞു, നീ വരണ്ട, നീ ഇവിടെ നിന്നോ. പക്ഷേ ഞാൻ ഇവളെ ഇന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് തന്നെ ബബിതയോട് പറഞ്ഞു, ബബിതേച്ചി വേണ്ട, അമ്മ എതിർത്തൊന്നും സംസാരിക്കണ്ട, ആരും ഒന്നും സംസാരിക്കണ്ട, അമ്മയ്ക്ക് എന്നെ കൊണ്ടുപോയാൽ പോരെ, ഞാൻ അമ്മയുടെ കൂടെ വന്നോളാം. അപ്പൊ പ്രശ്നം തീർന്നില്ലെന്ന് ചോദിച്ചപ്പം പ്രശ്നം തീരും, നീ എന്റെ കൂടെ വന്നാൽ പ്രശ്നം തീരും, ഇല്ലെങ്കിൽ പ്രശ്നം വീണ്ടും രൂക്ഷമാവുകയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ, അച്ഛനെ വിളിച്ച് ഞാൻ ഒന്ന് ചോദിക്കട്ടെ. എന്റെ അച്ഛനല്ലേ എന്നെ ഇത്രയും ദിവസം ഇവിടെ അമ്മയില്ലാത്തപ്പം നോക്കിയതും വളർത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ അച്ഛനോട് ചോദിക്കണമല്ലോ. അച്ഛനോട് ചോദിച്ച് എനിക്ക് അനുവാദം മേടിക്കണം എന്ന് പറഞ്ഞപ്പോ, നീ നിന്റെ അച്ഛനെ വിളിച്ച് അനുവാദം ചോദിച്ചിട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞു. ഉടനെ അലീന കൃഷ്ണമോളെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി. അലീന പറഞ്ഞു, മോളെ നീ എടുത്ത തീരുമാനം നല്ലതാ. കാരണം ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ അവസ്ഥ അത് ഭയങ്കരം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അമ്മയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാതെയാണല്ലോ ഈ കിടന്ന്
ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയ സ്ത്രീയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നീ എടുത്ത തീരുമാനം നല്ലതാ മോളെ. എന്തൊക്കെയാണെങ്കിലും നീ നിന്റെ അമ്മയുടെ കൂടെയല്ലേ പോകുന്നത്, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൃഷ്ണജ നേരെ വിളിക്കുകയാണ് ബാലചന്ദ്രനെ. എന്നിട്ട് ചോദിച്ചു, അച്ഛാ ഞാൻ വിളിച്ചത് വേറൊന്നിനുമല്ല. എന്തിനാടി നീ വിളിച്ചത്? ഈ സമയത്ത് നീ വിളിക്കാറില്ലല്ലോടി. എന്താടി, എന്താ പ്രശ്നം അവിടെ? എന്താ എന്തെങ്കിലും പ്രശ്നമായോ മൂന്നുപേരും കൂടെ ചേർന്ന്? അപ്പോഴത്തേക്കും ഇവിടെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് അച്ഛൻ അറിയത്തില്ലേ? ഞാനും അലീന ചേച്ചിയും ബബി ചേച്ചിയും കൂടെ കൂടി എന്ത് പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടുള്ളത്? എന്ത് പ്രശ്നം പരിഹരിക്കാൻ അച്ഛനെ വിളിച്ചിട്ടുള്ളത്? ഓ, നീ അങ്ങോട്ട് കാര്യം പറ. അത് പിന്നെ അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വൈജയന്തി വന്നിട്ടുണ്ടെന്ന്, അതായത് അമ്മ വന്നിട്ടുണ്ടെന്ന്. ഓഹോ, നിന്റെ അമ്മ വീണ്ടും കയറി വന്നോ? അലീന പോയിട്ട്, അല്ലെങ്കിൽ അലീനെ അവിടെ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് ഇനി മേലാൽ ഈ വീടിന്റെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞ ആ സ്ത്രീ അവിടെ വന്നെന്നോ? ആ, വന്നു. പടിയൊന്നും ചവിട്ടിയിട്ടില്ല, ഇവിടെ നിപ്പുണ്ട്. അമ്മയുടെ കൂടെ ഞാൻ പൊക്കോട്ടെ അച്ഛാ, അമ്മ എന്നെ കൊണ്ടുപോകാൻ വന്നാണ്. എന്നാൽ പിന്നെ ഞാൻ അമ്മയുടെ കൂടെ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എങ്ങോട്ടേക്ക് പൊക്കോട്ടെ എന്ന്, കൈതക്കിലേക്കോ? ഏയ് ഇല്ല, അമ്മ ഒരു വീട് റെന്റിന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് വീടുള്ളപ്പോൾ എന്തിനാ റെന്റിന് വീടെടുത്ത് നീ അങ്ങോട്ടേക്ക് പോകുന്നത്? അല്ല അച്ഛാ, ഞാൻ അങ്ങോട്ടേക്ക് പൊക്കോട്ടെ അച്ഛൻ, അത് പറ എന്ന് പറയുമ്പോഴത്തേക്കും നിനക്കിഷ്ടാണോ? നിനക്കിഷ്ടാണെങ്കിൽ നോ പ്രോബ്ലം, നീ പൊക്കോ, പ്രശ്നമില്ല. നീ നിന്റെ അമ്മയുടെ കൂടെ അല്ലേ പോകുന്നത്, അതിനിപ്പോ എന്താ, ഒരു പ്രശ്നമില്ല, മോള് ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഏതായാലും ബാലചന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും നമ്മുടെ കൃഷ്ണയ്ക്ക് കുറച്ചും കൂടെ സമാധാനമായി. കൃഷ്ണ എന്ത് ചെയ്യുന്നു, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാഗില് തുണികളും സാധനങ്ങളും എല്ലാം കുത്തിപ്പിറക്കി കയറ്റി വെച്ച് ഇങ്ങനെ റെഡിയാവുകയാണ്. അപ്പോഴത്തേക്കും ബബിത ചോദിച്ചു, അല്ല നീ എന്തിനാ ഇതിന് മാത്രം സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അവിടെ പോവുകയല്ലേ, ഇനിയിപ്പോ സ്കൂളിലൊക്കെ അവിടെ നിന്നല്ലേ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എത്ര ദിവസത്തേന്? എന്റെ പൊന്നു കൃഷ്ണമോളെ, കൂടിപ്പോയാൽ 1 മാസം, അത് കഴിയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വരും. അമ്മയോട് കുസ്തിയും പിടിച്ച് നീ അവിടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്തെങ്കിലും ആട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബബിത അല്ല കൃഷ്ണമോള് കുറെ ബുക്കും സാധനങ്ങളും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യുക. അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അലീന ചെന്നിട്ട് കൃഷ്ണമോളോട് പറഞ്ഞു, നീ ഏതായാലും അമ്മയുടെ കൂടെ പൊക്കോ, പേടിക്കൊന്നും വേണ്ട. നിന്റെ അമ്മയല്ലേ നിന്നെ കൊണ്ടുപോകുന്നത്. ഒരു കണക്കിന് ഞാൻ പറഞ്ഞതുപോലെ നിന്റെ അമ്മയ്ക്കും ആരെങ്കിലും ഒക്കെ വേണ്ടേ? അപ്പൊ നീ അമ്മയുടെ കൂടെ പൊക്കോ. ഇനിയിപ്പൊ നിനക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിനക്ക് അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ചോദിക്കുമ്പോ, ഹേയ് അതിന് കുഴപ്പമൊന്നുമില്ല അലീന ചേച്ചി, എനിക്ക് അമ്മയുടെ കൂടെ പോകുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയല്ലേ പോകുന്നത്. ഇത്രയും ദിവസം എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയല്ലേ, എന്നെ പ്രസവിച്ച് വളർത്തിയ സ്ത്രീയല്ലേ. ആ ഒരു ഇതൊക്കെ എനിക്കുണ്ട് അലീന ചേച്ചി. അത്രയ്ക്കും എൻ്റെ മനസ്സ് മരവിച്ച് പോയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നല്ല കുട്ടിയാ നീ, മിടുക്കി കുട്ടിയാ നീ. സത്യം പറഞ്ഞാല് ഇവിടെയുള്ള എല്ലാ മക്കളെക്കാൾ കൂടുതലും അറിവും വിവേകവും ഒക്കെ നിനക്കുണ്ട്. നീ എവിടെ പോയാലും നന്നാവുള്ളൂ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന നല്ല ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട്, നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് യാത്ര അയക്കുകയാണ്. അങ്ങനെ കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ വൈജ നേരെ റെന്റിനെടുത്ത വീട്ടിലേക്ക് പോയിട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റാൻലി വിളിക്കാം. കഴിഞ്ഞ ദിവസം ഔതക്കുട്ടിയും വിളിച്ചായിരുന്നു. അലീനെ അവിടെ ചെല്ലാഞ്ഞിട്ട് ഔതക്കുട്ടി ഇപ്പൊ നേരെ പുനലൂർക്ക് പോയിട്ടോ. കൊളുത്തുപുഴയിൽ നിന്ന് നേരെ പുനലൂർക്ക് പോയി. കാരണം അലീന ഇല്ലാതെ കൊളുത്തുപുഴയിൽ നിൽക്കുന്നത് സ്റ്റാൻലിക്കല്ലോ ഔതക്കുട്ടിക്ക് ഇഷ്ടമല്ല. അപ്പം നേരെ സ്റ്റാൻലി വിളിച്ചിട്ട്, ഹലോ എന്തായിടി ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ, നാളെ ഞാൻ രാവിലെ ബൈജുവിനെ അങ്ങോട്ട് അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ആ ഇങ്ങോട്ട് അയച്ചേരേ അച്ഛാ, അല്ല അച്ഛനല്ല പപ്പേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ വെറുതെ ചോദിച്ചതാ, ഞാൻ ബൈജുവിനെ അങ്ങോട്ട് അയക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആ വേണ്ട അയക്കണ്ട, അല്ലെങ്കിൽ വെറുതെ എന്തിനാ ഈ എണ്ണ അടിക്കുന്ന പൈസ കളയുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് ബസ്സിന് കയറി വന്നോളാന്ന് പറഞ്ഞപ്പോ, എങ്ങോട്ടേക്ക് ബസ്സിന് കയറി വന്നോളാന്ന്? അല്ല അങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക് വരണ്ട നീ, ഞാനേ ഒരു ടൂറിന് പോവാ. ടൂറോ? ആ ഒരു ചെറിയൊരു ബിസിനസ് ടൂർ, കുറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട്, ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. ഓ നീ അവിടെ സുഖവാസമല്ലേ, നിനക്ക് അവിടെ ആവശ്യമുള്ളവരും വേണ്ടപ്പെട്ടവരും ഒക്കെ അവിടെ ഉണ്ടല്ലോ, നിന്റെ എല്ലാമായി എല്ലാവരും അവിടെയാണല്ലോ. അപ്പൊ പിന്നെ നീ ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ടേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു, ടിക്കറ്റ് ഒക്കെ എടുത്ത് ബുക്ക് ചെയ്തു, ഞങ്ങൾ കുറെ പേരുണ്ട്, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛന്നല്ല സോറി പപ്പേ, എന്താ പപ്പ ഈ പറയുന്നത്? എന്നിട്ട് പപ്പ എന്നോട് എന്തേ ചോദിക്കാതിരുന്നത്? ഓ എല്ലാം ചോദിച്ച് അനുവാദം മേടിച്ചിട്ടാണല്ലോ നീ ചെയ്യുന്നത് അല്ലേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നീ എന്തെങ്കിലും കുറുക്കുവഴികൾ ഉപയോഗിച്ച് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ലേടി? എന്നിട്ട് ഇപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചിട്ട് പോകാന്ന്? ഇല്ല ഒരിക്കലും അങ്ങനെ ഈ കേണൽ സ്റ്റാൻലി ജോസഫ് ആരുടെയും മുമ്പിലേ അടിയറവ് വെക്കത്തില്ല. ഞാൻ പോവാ, ഞാൻ പോയിട്ട് 10 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. നീ അവിടെ കിടന്നോ, നീ ഇഷ്ടമുള്ളിടത്തോളം നാളെ അവിടെ നിന്നോ, നിന്റെ വേണ്ടപ്പെട്ടവരുടെ കൂടെ നിന്നോ എന്നിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് പിടികിട്ടി കേട്ടോ. ഇത് വെറുതെയാണ്, നമ്മുടെ സ്റ്റാൻലി ടൂറിനൊന്നും പോകുന്നില്ല, നമ്മുടെ അലീനയോടുള്ള ചെറിയ ദേഷ്യത്തിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ അലീന പറഞ്ഞു, ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിലേ
അച്ഛൻ എന്നല്ല, പപ്പ പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. ആര് പറഞ്ഞു? ഞാൻ പോകും, പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. അത് പിന്നെ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാന്നേ. എന്റെ കൂടെ ഒരു ഗസ്റ്റും ഉണ്ട്, ഇവിടുത്തെ ബബിത. ബബിതയോ? അവരെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നിന്നോട് ആരാ പറഞ്ഞത്? അവരെ ഒന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനേ ഞാൻ സമ്മതിക്കത്തില്ല. അതിന് അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ പപ്പേ ഞാൻ വരൂ കേട്ടോ പപ്പേ. എന്താ പപ്പേ പപ്പ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേഷ്യപ്പെടുവാണ് നമ്മുടെ സ്റ്റാൻലി. വേണ്ട, നീ വരണ്ട, ഞാൻ പോവാ. എനിക്കിത് ക്യാൻസൽ ആക്കാനൊന്നും പറ്റത്തില്ല അലീന. നീ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനും ആടാനും ഞാൻ നീ കീ കൊടുക്കുമ്പോൾ പോകുന്ന പാവയൊന്നുമല്ല. ഇവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അറിയാലോ, ഔതക്കുട്ടി അച്ചായൻ. നിനക്കറിയായിരിക്കൂലോ, വലിയ ആളാ. പക്ഷേ നിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞതിൽ പിന്നെ ഇപ്പം അയാളുടെ കാര്യം വെറും കഷ്ടത്തില. നിന്നെ കാണാത്ത സങ്കടം സഹിക്കാനാവാതെ ഇപ്പൊ അയാൾ എവിടെയാണെന്നറിയാമോ? ഇപ്പൊ എൻ്റെ അച്ഛനെ അങ്ങ് പുനലൂര് പോയി നിൽക്കുകയാണ്. നിനക്ക് അതിനെങ്കിലും വേണ്ട, എന്നെ വേണ്ട, നിനക്ക് മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നീ വരത്തില്ലായിരുന്നോ? എൻ്റെ അപ്പച്ചൻ വിളിച്ചപ്പോഴത്തേക്കും നിനക്ക് വരത്തില്ലായിരുന്നോ? നിന്നെ അന്നേ പൊന്നെ ചക്കരെ പാലേ തേനേന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നതല്ലായിരുന്നോ അലീന? അതുകൊണ്ട് നീ ഫോൺ കട്ട് ചെയ്തേരെന്ന് പറഞ്ഞു ഫോൺ അങ്ങോട്ട് കട്ടും ചെയ്തു കേട്ടോ. ബബിതേനെ കൊണ്ടുവരണ്ടെന്നും പറഞ്ഞു കേട്ടോ. ഇത് ബബിത കേൾക്കുകയും ചെയ്തു. അതായത് കുറേശ്ശെയൊക്കെ ബബിതയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സംതിങ് ആന്ന് മനസ്സിലായി. എന്തോ ബബിതേനെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ ബാക്കി പൊട്ടിത്തെറികളെല്ലാം അവിടെ നടന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അലീന അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. ഫോണ് കട്ടാവുകയും ചെയ്തു. അപ്പം ബബിത ചോദിച്ചു, അത് പിന്നെ അലീന ചേച്ചി, ഞാന് ചെല്ലുന്നത് അലീന ചേച്ചിയുടെ പപ്പാക്ക് ഇഷ്ടമല്ലല്ലേ? വേണ്ടെന്നേ. അത് സാരമില്ല അലീന ചേച്ചി. അലീന ചേച്ചി എനിക്ക് വരണം എന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ, അതാ. ഇനിയിപ്പൊ ഇവിടെ അച്ഛനും തന്നെയല്ലേ ഉള്ളൂ. അച്ഛനും ഇവിടെ തന്നെയുള്ള സ്ഥിതിക്ക് ഇനി ഏതായാലും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അയ്യേ മോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇത് ആ ദേഷ്യമൊന്നും അല്ല, പപ്പായ്ക്ക് എന്നോടുള്ള ദേഷ്യമാണ്. പപ്പ ഇപ്പൊ എന്നോടാ ദേഷ്യം കാണിക്കുന്നത്, നിന്നോട് ദേഷ്യം കാണിക്കുന്നതല്ല. ഞാൻ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ ചെറിയ കൊതിക്കറുവാ മോളെ. അത് മോള് കാര്യമൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞപ്പോ എന്നിട്ടാണോ അലീന ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നത്? പപ്പ പറഞ്ഞത് കേട്ടിട്ട് അലീന ചേച്ചിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിതേനെ ചേർത്ത് പിടിച്ചിട്ട് അലീന പൊട്ടിക്കരഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ സ്റ്റാൻലി അത്രയും പറഞ്ഞപ്പോ തന്നെ അലീന അങ്ങ് വല്ലാണ്ടായിപ്പോയി. അലീന അങ്ങനെയാണ്, വേണ്ടപ്പെട്ടവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കയറി അങ്ങോട്ട് പിടിച്ചു വലിക്കൂലോ. ഇല്ലാത്തവരാരും പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ വേണ്ടപ്പെട്ടവരാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് എങ്കിലേ അത് വല്ലാത്തൊരു വ്രണമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കൂലോ. അപ്പൊ അതുകൊണ്ട് അലീനക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഡൈനിങ് ടേബിളിൽ വൈകിട്ട് കഴിക്കാനുള്ള അത്താഴമൊക്കെ വിളമ്പി വെച്ചു. ബാലചന്ദ്രനും വന്നു. അത്താഴമൊക്കെ വിളമ്പി വെച്ച നമ്മുടെ ബാലചന്ദ്രനും ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഏതായാലും അവിടെ നമ്മുടെ കൃഷ്ണമോൾ ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അവൾ ഇവിടെ ഉള്ളപ്പം വലിയ ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവള് അടങ്ങി ഒതുങ്ങി എവിടെയും അവളുടെ കാര്യം നോക്കിയിരിക്കും. പക്ഷേ ഇപ്പൊ കണ്ടില്ല, അവിടെ ഇല്ലാത്തതിന്റെ വലിയൊരു കുറവ് നമ്മുടെ ഇവിടെ ഉണ്ട്, ഈ വീട്ടിലുണ്ട്. ഇതാണ് പറയുന്നത്, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ല എന്ന്. അപ്പൊ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് വീണ്ടും സങ്കടം വരും. അപ്പൊ അപ്പ ഇതുവരെ വിളിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ പോയി അലീന നോക്കുന്നുണ്ട്, വിളിക്കണുണ്ടോ, വിളിക്കുവോ എന്നൊക്കെ അലീന ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ വിളിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ബബിതയും അലീനയും ഒരുമിച്ചാണ് കിടക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് കിടക്കാൻ ചെന്നു. നമ്മുടെ ബബിതയ്ക്ക് മനസ്സിലായി അലീന തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതല്ലാതെ ഉറങ്ങുന്നില്ല. അല്ലെങ്കിൽ കിടന്ന ഉടനെ തന്നെ ക്ഷീണമായിട്ട് ഉറങ്ങുന്ന അലീന തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ കിടക്കാണ്, ഉറങ്ങുന്നതേ ഇല്ല. അപ്പം ബബിത ചോദിച്ചു, എന്തു പറ്റി, ഉറക്കം വരുന്നില്ലേ? അത് പിന്നെ ഉറക്കം വരുന്നില്ല മോളെ. എന്താ ഉറക്കം വരാത്തത്? പപ്പ വിളിക്കാഞ്ഞിട്ടാ? അത് പിന്നെ മോളൊരു കാര്യം ചെയ്യേ, മോള് കിടന്ന് ഉറങ്ങിക്കോ. അല്ല അപ്പൊ നമ്മൾ നാളെ പോകുന്നുണ്ടോ അങ്ങോട്ട്? അലീന ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ പപ്പയ്ക്ക് ഇഷ്ടമല്ലേ ഞാൻ വരുന്നില്ല. അലീന ചേച്ചി നാളെ രാവിലെ ഇവിടുന്ന് വിട്ടോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അത് നാളെയല്ലേ, അത് നമുക്ക് നാളെ തീരുമാനിക്കാം, ഇപ്പൊ തീരുമാനിക്കേണ്ട കാര്യമല്ലോ, അത് നമുക്ക് നാളെ തീരുമാനിക്കാന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ബബിതയുടെ കണ്ണ് പതുക്കെ മയങ്ങി പോകുന്നുണ്ട്. പക്ഷെ അലീനയ്ക്ക് ഉറക്കം വരുന്നില്ല. ഒരു 10-12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടിട്ട് അലീന കിടക്കെന്നോ ചോടി ഓഞ്ഞെണീറ്റിട്ട് ഫോൺ എടുത്തിട്ട് ഹലോ പപ്പേ എന്ന് ഒരു ആവേശത്തിന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എന്താ, അല്ല നീ ഇങ്ങോട്ട് വരുന്ന കാര്യം എന്തായി? അത് പിന്നെ ഞാൻ നാളെ വരാൻ പപ്പേ. അല്ല നീ എന്താ ഇതുവരെ വിളിക്കാത്തത്? നിന്റെ ഫോണിൽ എന്താ വിളിക്കാനുള്ള മറ്റേ കോൾ ചെയ്യാനുള്ള ബട്ടൺ ഇല്ലേ? അത് പിന്നെ പപ്പ ഫോൺ കട്ട് ചെയ്തില്ലേ ദേഷ്യം വന്നിട്ട്, അതുകൊണ്ട് പിന്നെയും പപ്പനെ ദേഷ്യപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ പപ്പനെ ഞാൻ വിളിക്കാതിരുന്നത്. ഒരു സ്നേഹമില്ലാത്ത മകള്. ഇടി കണ്ണിച്ചോരയില്ലാത്തവളെ, നിന്നെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടടി. എല്ലാവരുടെയും മുമ്പില് ഞാൻ നിന്നെ എത്രമാത്രം അഭിമാനത്തോടു കൂടിയടി കൊണ്ടു നടക്കുന്നത്. ഞാൻ അങ്ങനെ ആയതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാടി. അത് നീ മനസ്സിലാക്കാത്തത് എന്താ? പപ്പയ്ക്ക് എന്നോട് ഒത്തിരി സ്നേഹമുണ്ടെന്ന് എനിക്ക് അറിയാം പപ്പ ആയതുകൊണ്ടാ.
എന്നെ എല്ലാവരുടെയും മുമ്പിൽ സ്വന്തം മകളായിട്ട് കൊണ്ടു നടക്കുന്നതെന്നൊക്കെ എനിക്ക് അറിയാം പപ്പേ. നിനക്കറിയാം, 5-6 നീ അറിയും. അല്ല, നാളെ ആരൊക്കെയാ നിന്റെ കൂടെ വരുന്നത്? അത് പിന്നെ ബബിത. ദേ വെളുപ്പിനെ ഞാൻ അങ്ങോട്ട് ബൈജുവിനെ വിട്ടേക്കും, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നേക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പപ്പേ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തപ്പോ ഒത്തിരി സംസാരിക്കാൻ നമ്മുടെ അലീന നിന്നില്ല കേട്ടോ. ഇനി എപ്പോഴാ നമ്മുടെ സ്റ്റാൻലിയുടെ മനസ്സൊക്കെ മാറുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഫോൺ വെച്ച ഉടനെ തന്നെ, മോളെ ബബിതേ നാളെ വന്ന മോള്, പപ്പ പറഞ്ഞു മോളെയും കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ബബിത പറഞ്ഞു, സത്യമാണോ ഇത്? സത്യമാന്നേ. അല്ലെങ്കിലും പപ്പായ്ക്കേ കുറച്ച് ഗൗരവക്കാരനൊക്കെയാണ്, ഞാൻ പറഞ്ഞല്ലോ. കേണലാണ്, പീരങ്കിയോ തോക്കോ ഒന്നും ഇപ്പം കയ്യിലില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില വാക്കുകളുണ്ട്. അതിന് മറ്റേ നമ്മുടെ പീരങ്കിയിലുള്ള ഉണ്ട പൊട്ടുന്നതിനേക്കാളും വലിയ ശബ്ദത്തിലാണ് ആ ഒരു വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിൽ തറച്ച് കീറുന്നത്. അതുകൊണ്ടാണ് നേരത്തെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സാഡായി പോയത്. ഏതായാലും നമുക്ക് നാളെ രാവിലെ വെളുപ്പിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരം പരപരാ വെളുത്തു. ബബിതയ്ക്ക് അറിയില്ല എന്തൊക്കെ എടുത്ത് വെക്കണമെന്ന്. ബബിത എന്തൊക്കെയോ എടുത്ത് ബാഗിനകത്ത് കുറെ ചുരിദാർ കയറ്റി വെച്ചു. പിന്നെ അത് മാറ്റി, പിന്നെ അടുത്ത ചുരിദാർ എടുത്തു, അടുത്ത ടോപ്പ് എടുത്ത്, ജീൻസ് എടുത്ത്, അങ്ങനെ ബാഗി എടുത്ത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ അലീന് ചോദിച്ചു, ഇതെന്തിനാണ് ഇതിന് മാത്രം ഡ്രസ്സൊക്കെ നീ എടുത്ത് വെക്കുന്നത്? അല്ല, അങ്ങോട്ടേക്ക് പോവല്ലേ നമ്മള്, അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇത്രയും ഡ്രസ്സിന്റെ ആവശ്യമുണ്ടോ? അത് പിന്നെ അവിടെ ചെന്ന് മാറി മാറിയൊക്കെ ഇടണ്ടേ, അവിടെ എല്ലാവരും ഉള്ളതല്ലേ. ഓ അതൊന്നും സാരമില്ലെന്നേ, അവിടെ എന്റെ ഡ്രസ്സ് കുറെ ഉണ്ടല്ലോ. എന്നാലും അലീന ചേച്ചി, ഞാൻ ഒരു ഇടവും ഒരു ദരിദ്രം പിടിച്ചവളാന്ന് എല്ലാവരും ഓർക്കുമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാല് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. നിനക്ക് എത്ര ജോഡി ഡ്രസ്സ് എടുക്കാൻ പറ്റുമോ നീ അത്ര ജോഡി ഡ്രസ്സ് എടുത്തു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഏതായാലും അലീന ഡ്രസ്സൊക്കെ എടുത്തു. അലീനല്ല, ബബിത ഡ്രസ്സൊക്കെ എടുത്തു. നമ്മുടെ അലീന ബാഗൊക്കെ പാക്ക് ചെയ്ത് സമയം കൊണ്ട് നേരം വെളുത്തത് ഒരു കാറിന്റെ ഹോണടി. വേറെ ആരാ? ബൈജു. എന്റെ പൊന്നു, നേരം വെളുത്തതും എത്തി കേട്ടോ. 6 മണി എങ്ങാണ്ടായപ്പോ എത്തി. നമ്മുടെ ബാലചന്ദ്രൻ എണീറ്റ് പോലും ഇല്ല. ബാലചന്ദ്രനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അലീന ഇറങ്ങാൻ വന്നതും ബൈജു വന്നു. പെട്ടെന്ന് ബബിതയോട് പറഞ്ഞു, അലീന പറഞ്ഞു, ഇറങ്ങിറങ്ങ്, ദേ വന്നു, വണ്ടി വന്നെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബൈജു ഡോറ് തുറന്നു കൊടുത്തു. തുറന്നു കൊടുക്കാൻ വരെ ആൾക്കാരോ എന്ന് നമ്മുടെ ബബിത ഒന്ന് നോക്കുന്നുണ്ട് അലീനയെ. അപ്പം അലീന അകത്തേക്ക് കയറിപ്പോയി. നമ്മുടെ ബബിതയും ഡോറിനകത്ത് കയറി, ഡോറിനകത്തല്ലോ സോറി, കാറിനകത്ത് കയറി ഡോറൊക്കെ അടച്ചിട്ട് വീണ്ടും ബൈജു വണ്ടി എടുത്ത് തിരിച്ചു പോവുകയാണ്. അപ്പം ബൈജുവിനോട് അലീന ചോദിച്ചു, അല്ല ഇത്ര നേരം വെളുത്ത ഉടനെ എന്താ ബൈജു ഏട്ടാ വന്നത്? ബൈജു ഏട്ടനപ്പൊ രാവിലെ ഇവിടുന്ന് പോന്നോ? എന്റെ പൊന്നു കുഞ്ഞ്, എനിക്ക് സമാധാനം തരണ്ടേ കേണൽ അദ്ദേഹം. ഉയ്യോ, രാവിലെ മുതൽ തുടങ്ങിയ വിളിയാണ്. ഒരു 3:45 തുടങ്ങി ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയതാ. ഒരു കണക്കിന് ഞാന് ഞെക്കി ഞരിങ്ങിയൊക്കെ എണീറ്റു. പിന്നെ എങ്ങനെയാ ഞാൻ ഈ സമയത്ത് ഇവിടെ എത്താതിരിക്കുന്നത്? ഞാൻ അവിടെ നിന്ന് 5 മണിക്കോ 4 മണിക്ക് അങ്ങോട്ട് പോന്നതാ കുഞ്ഞെ. അല്ല, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ കോട്ടയത്ത് എത്തിയപ്പോഴത്തേക്ക് 2 പൊറോട്ട കഴിച്ചായിരുന്നു എന്ന് പറഞ്ഞപ്പം, എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കയറിയാലോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ബൈജു പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബൈജു. പെട്ടെന്ന് അലീന പറഞ്ഞു, ബൈജു ഏട്ടാ, ആ ഡ്രൈവിംഗ് സീറ്റേ എനിക്ക് ഇങ്ങ് തന്നേരും, ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ബബിതയും ഫ്രണ്ടിൽ കയറി. അലീനയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അലീന ഡ്രൈവ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു വലിയൊരു ആശ്ചര്യം തന്നെ തോന്നി ബബിതയ്ക്ക്. അലീന ചേച്ചി ഡ്രൈവിംഗ് പഠിച്ചോ? എന്റെ പപ്പയെ എന്നെ പഠിപ്പിച്ചത്. എന്റെ പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. അഭിമാനത്തോടു കൂടി തന്നെയാണ് അലീന ഓരോ വാക്കുകളും നമ്മുടെ സ്റ്റാൻലിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അങ്ങനെ അലീനയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പീഡിലൊന്നും അല്ല, പതിയെ പോയി. ഏകദേശം ഒരു 4 മണി 5 മണിയോടൊക്കെ കൂടിയാണ് ഇവര് നേരെ കൊളുത്തുപുഴ എത്തുന്നത്. ഏതായാലും അവിടെ ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പട്ടികളെല്ലാം ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിക്കുവാണോ ഉമ്മ വയ്ക്കുവാണോ എന്ന് അറിയത്തില്ല, ആ ഒരവസ്ഥ. അപ്പോഴത്തേക്കും ബൈജു പറഞ്ഞു, എന്റെ പൊന്നോ, ഇതുങ്ങൾക്ക് ഇത്രയും ദിവസം ജീവനില്ലായിരുന്നു കേട്ടോ. ഏതേലും ഒരു മൂലയ്ക്ക് കിടന്ന് അവിടെ കിടന്ന് എന്തൊരു ജീവനായത്. ഇപ്പം ജീവൻ വെച്ചത് കണ്ടോ, അലീനയെ കണ്ട ഉടനെ തന്നെയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്നേഹം കൊടുത്താലേ ഇതുങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തുള്ളൂ. അല്ല, ആൻ്റപ്പേട്ടനൊക്കെ എന്തെന്ന് വെച്ചപ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ ഉണ്ട്, നിങ്ങൾ ഏതായാലും അകത്തേക്ക് കയറി വരാൻ പറഞ്ഞ് അകത്തേക്ക് കയറി. ഈ ബംഗ്ലാവും വീട്ടിന്റെ മുറ്റവും പ്രദേശവും ഒക്കെ കണ്ട് നമ്മുടെ ബബിത കണ്ണ് തള്ളി നിപ്പുണ്ട് കേട്ടോ. ബബിതയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അയ്യോ, ഇതെന്താണ് സംഭവം? ഇത്രയും വലിയ വീടോ? ഇത് വലിയൊരു കോമ്പൗണ്ടിനകത്തൊരു വീട്, എസ്റ്റേറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബബിതയ്ക്ക് ഇത് കണ്ടിട്ട് ഒരു അതിശയമായി പോയിട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി ഉടനെ തന്നെ നമ്മുടെ അലീന പറഞ്ഞു, അതെ ഞാനേ കേണൽ അദ്ദേഹത്തെ ഒന്ന് പോയി കാണട്ടെ. കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, ഒന്ന് തണുപ്പിച്ചിട്ട് വരാൻ കേട്ടോ ബബിതെ. നീ ആണെങ്കിൽ ഇവിടെ ഇരിക്കുക, ഇപ്പം നിനക്ക് എന്തെങ്കിലും കുടിക്കാനും കഴിക്കാനൊക്കെ അകത്ത് എടുത്തോണ്ട് തരുന്നു പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബബിത അവിടെ ഇരുന്നു. ഒരു വലിയ അമണ്ടം വീട് കണ്ടിട്ട് തന്നെ നമ്മുടെ ബബിതയുടെ കണ്ണ് തള്ളി നിൽക്കുക. അങ്ങനെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ആര്? സ്റ്റാൻലി അല്ല സോറി, അലീന അകത്തേക്ക് കയറി ചെന്നു. സ്റ്റാൻലി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സ്റ്റാൻലിയെ കണ്ട ഉടനെ, പപ്പേ
പപ്പയ്ക്ക് ഇന്ന് പോകണ്ടേ? അല്ല പപ്പയ്ക്ക് ഇന്ന് ടൂറിന് പോകണമെന്നല്ലേ പറഞ്ഞത്? അതെ, വൈകിട്ട് എനിക്ക് ടൂറിന് പോകണം. അല്ല എന്നാ പപ്പ ഉടനെ ഒരുങ്ങി പൊക്കോളൂ. ഇപ്പൊ 4 മണി 5 മണി ആയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പോണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് എവിടെയോ പോയിട്ട് ഇപ്പൊ എന്നെ വന്ന് ഭരിക്കുന്നോടി. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം എന്ന് ചോദിച്ചപ്പം, ഈ നിൽക്കുന്ന കേണൽ സ്റ്റാൻലിയുടെ മോളല്ലേ ഞാന്, അപ്പൊ പിന്നെ ധൈര്യം കിട്ടാതെ ഇരിക്കുവോ പപ്പേന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റാൻലിയുടെ മുഖത്തൊരു ചെറിയ ചിരിയൊക്കെ വന്നേ. അപ്പൊ ഏതായാലും ഈ ഒരു സീനൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ കഥ നിർത്താണ്. ഇപ്പൊ ഇതിന്റെ ബാലൻസ് കഥയായിട്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാമേ.